ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് എൻ്റെ ബസ് കളക്ഷൻസ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ബസ് കളക്ഷൻസ് കാണിക്കാൻ പോവുകയാണ്. ഡെമോൺ എന്ന് പറഞ്ഞ ബസ്സാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ഉള്ളതല്ല. എൻ്റെ കയ്യിൽ ഇനിയും കുറേ ബസ്സുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എടുത്തേക്കണത് അതാണ്. ഇപ്പം ഡെമോണ് ഞാൻ ഇപ്പം എടുക്കും. പിന്നെ ഈ ഗെയിമിൻ്റെ മോഡ്സ് എങ്ങനെ എടുക്കുക, ബസ് എങ്ങനെ എടുക്കുക, മോഡ് ഏതാണെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ ഡെമോൺ കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന ബസ് കാണിച്ചു തരാം. മായാവി എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. എൻ്റെ കൂടുതൽ ബസ് കളക്ഷൻസ് ആണുള്ളത്. ഈ ബസ്സിനൊക്കെ ഞാൻ കുറേ മോഡൊക്കെ കയറ്റി എന്തൊക്കെയോ ചെയ്തു. കുറേ മോഡ് ഞാൻ അങ്ങനെ തപ്പി കിട്ടിയാണ്. ഇനി അടുത്ത ഇത് കാണിച്ചു തരാം ബസ്. പിന്നെ ഇതിഹാസ് എന്നാണ് ഈ ബസ്സിൻ്റെ പേര്. പിന്നെ എല്ലാവരും സപ്പോർട്ടൊക്കെ എനിക്ക് വേണം കേട്ടോ. എന്നാലാണ് ഇനിയും വീഡിയോസൊക്കെ നമ്മൾക്ക് ഇടാനൊക്കെ പറ്റുക. അല്ലേ ഇഷ്ടപ്പെട്ട നമ്മളൊക്കെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ലാസ്റ്റും പറയാം. ജസ് എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. ഞാനിത് റോഡിൽ നിന്ന് കണ്ടുണ്ടായി ഇതിൻ്റെ വേറെ ബസ്. അപ്പം ഒരാഗ്രഹം കൊണ്ട് ജസ് എന്ന് പറഞ്ഞൊരു ബസ് എടുത്തു. അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ ബസ്സുകൾ ഞാൻ അങ്ങനെ എടുത്ത് അങ്ങനെ പോവാണ്. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ കൂടുതൽ ബസ് കളക്ഷൻസാണ്. പിന്നെ കാർസ് കുറച്ചുണ്ട്, ട്രക്സും കുറച്ചുണ്ട്. പിന്നെ എക്സ്പ്ലോറാണ് ഗായ്സ്, എക്സ്പ്ലോർഡ്. ഇത് ഞാനൊരാഗ്രഹം കൊണ്ട് എടുത്താണ് മോഡ്. എൻ്റെ മോഡൊക്കെ ഏതാണെന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബസ്സൊക്കെ കുറേ ചെറുതായൊക്കെ തട്ടി മുട്ടിയിട്ടൊക്കെ ഉണ്ട്. അത് നല്ല ഡ്രൈവേഴ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓട്ടാൻ പറ്റും. പക്ഷേ എനിക്ക് അത്ര പറ്റില്ല. പിന്നെ എൻ്റെ സ്ഥലം എന്ന് പറയണത് മലപ്പുറം കൊണ്ടോട്ടിയാണ്. പിന്നെ അത് ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. ഹൈഫാണ് ഞാൻ എടുക്കാൻ നോക്കിയത്. പക്ഷേ സ്റ്റിക്കർ ഫാൻറ്റസി ഉള്ള അതിൽ ഹൈഫ ബസ്സിൻ്റെ ഇതാണ്. എനിക്കിഷ്ടമായിട്ടത്. എനിക്കിതിൽ കൂടുതലും പ്രൈവറ്റ് ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇഷ്ടം. ലൈൻ ബസ്സുകൾ അത്ര ഇഷ്ടമില്ല. പിന്നെ എൻ്റെ വീട് മലപ്പുറം കൊണ്ടോട്ടിയാണ്. ഇവിടെ ഇപ്പം താമസിക്കുന്നത് തൃശ്ശൂരിലാണ്. ഇവിടെ ജോലി വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ജോലി ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ടൊന്ന്. പിന്നെ അടുത്ത ബസ് ഒരു ആംബ്രോസ് എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. പ്രൈവറ്റ് ബസ്സാണ്. പക്ഷേ ഞാൻ സ്റ്റിക്കർ അടിച്ചിട്ടില്ല. സ്റ്റിക്കർ അടിച്ചിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ബസ്സിൻ്റെ ഒക്കെ ഡ്രൈവിങ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് വിടുന്നതാണ്. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് ലൈൻ ബസ്സാണ്. ഇത് കോഴിക്കോട് ഓടുന്ന ബസ്സാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കൂടുതലും കോഴിക്കോട് ഓടുന്ന ബസ്സാണുള്ളത്. മലപ്പുറം ഓടുന്ന ബസ്സിൻ്റെ മോഡ്, മലപ്പുറം ഓടുന്ന ബസ്സിനല്ല, ഇങ്ങനെ ബസ്സുകളെ മോഡ് ഉണ്ടാവില്ലേ, അതിലൊക്കെ മലപ്പുറം ഓടുന്ന ബസ് ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരേണ്ടി. എനിക്ക് മലപ്പുറം ഓടുന്ന ബസ്സും പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നമ്മളെ നാട്ടിലൊക്കെ ഓടുന്ന ബസ്സുകളൊക്കെ നമുക്ക് വലിയ കാര്യമില്ലേ. അപ്പം നമുക്കറിയണ ബസ്സുകളൊക്കെ കാണുമ്പം ഒരു വലിയൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെയാണ്. പിന്നെ അടുത്ത ബസ് അശ്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. പിന്നെ ഈ ബസ്സൊക്കെ കണ്ടവരും ഇതിൽ കയറിയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ. പിന്നെ ഈ ബസ് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇവിടെ പായന്നൂർ ഓടുന്ന ബസ് കേട്ടോ. പായന്നൂർ ഓടുന്ന ബസ്സാണ്. അടുത്ത നമ്മളെ സാധാ ബസ്. എൻ്റെ കയ്യിൽ അധികം കാശില്ല. അപ്പം ഞാൻ കാശുണ്ടാക്കിയിട്ടാണ് ഞാൻ ബസ്സൊക്കെ ഇതാക്കുക. പിന്നെ കാശൊക്കെ എങ്ങനെ കിട്ടാമെന്നൊന്ന് പറഞ്ഞു. മറ്റേ കാരിയർ മോഡിൽ എനിക്കറിയാം. അൺലിമിറ്റഡ് മണിയൊക്കെ കയറ്റാനൊക്കെ അറിയില്ല. പിന്നെ നമ്മളെ മഹീന്ദ്ര മിനി ടൂറിസ്റ്ററാണ് ഞാൻ ഫസ്റ്റ് ഇതിലെടുത്ത ബസ്സാണ്. കുറേ ചളിയൊക്കെ ആയിട്ടുണ്ട്. 100 ഹെൽത്താണ്. സൂക്ഷിച്ച് ഓടിച്ചുകൊണ്ട് നന്നായി. ചളി ഇച്ചിരിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തത് മിക്കവാറും ലണ്ടനായിരിക്കാണ് സാധനം. കാരണം ഞാൻ രണ്ടാമത് എടുത്തത് ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. ഓക്കെ, ലണ്ടൻ വന്നിരിക്കുന്നു. ലണ്ടനൊക്കെ ഞാൻ അത്രയൊക്കെ ആഗ്രഹിച്ചെടുത്തൊരു ബസ്സാണ്. അതിൻ്റെ മോഡൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പിന്നെ നമ്മളിനി കുറേ ഗെയിംസിൻ്റെ വീഡിയോസ് ഇടും. കാർ പാർക്കിംഗ്, മൾട്ടിപ്ലെയർ, അങ്ങനെ കുറേ ബസ്സുകൾ. പിന്നെ ഇത് ഗാലക്സി കേട്ടോ. ഇവിടെ ബാലുശ്ശേരി കോഴിക്കോട് ഓടുന്ന ബസ്സാണത്. കോഴിക്കോട് തന്നെയാണ് ബാലുശ്ശേരി. പിന്നെ നല്ലൊരു ബസ്സാണത്. ഇതൊക്കെ ആകെ ചളി പിടിച്ചിരിക്കുകയാണ്. പിന്നെ SD കോഷനാണ്, ചെറിയൊരു മിസ്റ്റേക്കായി, സോറി. പിന്നെ അടുത്ത ബസ് ഒരു പ്രൈവറ്റ് ബസ്സായിരിക്കും മിക്കവാറും. കാരണം ഞാൻ കുറേ ബസ്സുകൾ എടുത്തതെന്ന് പറഞ്ഞില്ലേ. നമ്മളതിൽ മാരുതിയൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് പ്രൈവറ്റ് ബസ്സാണ്. ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. KL രജിസ്റ്ററാണ്. പിന്നെ
അടുത്ത ബസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഈ ഇൻറ്റീരിയർ വർക്കും പുറത്തത്തെ വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കോട്ടയം ഓടണ ബസ്സാണ്. ഭയങ്കര അശോക് ലെയ്ലാൻഡിൻ്റെ വണ്ടികളാണ് കൂടുതലുള്ളത് കേട്ടോ നമ്മളതിൽ ബസ് കളക്ഷൻസ്. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കർ വർക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലേ ലുക്ക് ഇതിൻ്റെ ഒക്കെ. എനിക്കിതിങ്ങനെ ഓട്ടിക്കൊണ്ടേ വേണം. ചിലപ്പം ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഓക്കെ, ചിലപ്പോൾ ഞാൻ അങ്ങനെ കുറേ വണ്ടികളൊക്കെ എടുത്ത് അങ്ങനെ ഓട്ടും. ഇടയ്ക്കിടയ്ക്ക് വേറെ വണ്ടികൾ എടുക്കും, ഇടയ്ക്കിടയ്ക്ക് വേറെ വണ്ടികൾ എടുക്കും. അങ്ങനെ തന്നെയാണ് കുറേ മോഡ്സ് അങ്ങോട്ട് കയറ്റിയെടുക്കും. പിന്നെ ഇതൊരു മിസ്തുബിഷിൻ്റെ ഫ്യൂസ് ഓഫൻ ട്രെയിലർ ആണ്. ഇത് പ്രോ ഡ്രൈവേഴ്സിനൊക്കെ നല്ല അടിപൊളിയാണ് ഓട്ടാൻ പറ്റും. എനിക്ക് ഒന്ന് ഇടിച്ചപ്പോൾ തന്നെ ഇത് ഓട്ടണമെന്ന് തോന്നി. കാരണം വണ്ടികളൊക്കെ തട്ടുമ്പോൾ ഞാനൊരു വണ്ടി പ്രാന്തനുണ്ട് ഇങ്ങനെ കരുതി. പിന്നെ ഞാൻ അത് ഓഫ് റോഡ് പോകാൻ വേണ്ടി എടുത്തതാണ്. 4x4 റാംഗ്ലർ ഫാബ് ഫോർസ് കിറ്റാണ്. ജീപ്പാണ്. ഭയങ്കര അടിപൊളി സാധനമാണ് ഓഫ് റോഡിനൊക്കെ. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഇത് നമ്മളെ JB2 SH DRK എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്തോനേഷ്യത്തെ ബസ്സാണ്. ഇന്തോനേഷ്യ ഗെയിം ആകുമ്പോൾ ഇന്തോനേഷ്യത്തെ ബസ്സൊക്കെ വേണ്ട. അപ്പം അതുകൊണ്ടാണ് ഇതെടുത്ത് തുങ്കൽ ചെയ്യുക. എന്തൊക്കെ പേരാണല്ലേ, കിഡ്സ് പാണ്ട, അങ്ങനെ കുറേ പേരുകളൊക്കെ ഇട്ടിട്ട് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ബസ്സൊക്കെ നല്ല. പിന്നെ ഞാനിത് കൊമ്പൻ എടുക്കാൻ നോക്കിയതാണ്. പക്ഷേ കൊമ്പൻ്റെ ഇത് ഡിലീറ്റ് ആയിപ്പോയി സ്റ്റിക്കർ. പിന്നെ ഉത്രാടം എന്ന് പറഞ്ഞ ബസ്സാണ്. ഇതൊക്കെ കുറേ അടിച്ച് മുട്ടിയൊക്കെ ബസ്സാണ്. ഗെയിമിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ബസ് സിമുലേറ്റർ എന്നാണ്. അടിപൊളി ഗെയിമാണ് മക്കളെ. പിന്നെ നമ്മളെ വാഗനർ, അത്ര ഉള്ളൂ. വാഗനർ മോഡിഫൈ ചെയ്ത വണ്ടികളാണ് ഞാൻ കൂടുതൽ എടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി പ്രാന്തനായുണ്ട്. പിന്നെ അങ്ങനെ വാഗനർ. അടുത്ത വണ്ടി ഞാൻ കാണിച്ചു തരാം. ഇതൊരു പാട്രിയറ്റിൻ്റെ റെയിൻഡ്രേ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ്. പിന്നെ അടുത്ത ബസ് എന്ന് പറഞ്ഞാൽ അടുത്ത കാറാട്ടോ, ടൊയോട്ട സൈൻഡി. കാറൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമെന്ന് പറഞ്ഞില്ലേ. കാറൊക്കെ എനിക്ക് അധികം ഓട്ടാനൊന്നും ഇതില്ല. മോഡിഫൈ ചെയ്ത കാറാണെങ്കിൽ നമ്മളൊക്കെ നല്ല പോലെ ഓട്ടും. കാറുകളൊരു പറക്കം പാഞ്ഞാൽ പാച്ചിൽ പോകും. ബസ്സൊക്കെ ആകുമ്പോൾ അതിൻ്റെ രീതിയിലേ പോവുള്ളൂ. കാറൊക്കെ ആകുമ്പോൾ ഒരൊറ്റ പോക്കാം. പിന്നെ നമ്മളെ താരമായ വണ്ണസ്, അതാണ് ഏതൊരു ബസ് പ്രാന്തൻ്റെ ഒരു ആഗ്രഹം. വണ്ണസ് ഓടിക്കുക, അതൊക്കെ ഒന്ന് തൊടുക. അങ്ങനത്തെ ഒരു ആഗ്രഹം എനിക്കുണ്ട്. എനിക്കിങ്ങനെ മോഡിഫൈഡ് വണ്ടികളായിട്ട് ഭയങ്കര ഇതാണ്. പിന്നെ ഒരു ബൈക്കാണ് ഡുഗാട്ടിൻ്റെ മോൺസ്റ്റർ 1200S ആണ് സാധനം. പൊളി വണ്ടിയാണ്. പിന്നെ നമ്മളൊരു റാപ്റ്റർ ഗെയിമിങ്ങിൻ്റെ കർണാടക രജിസ്റ്റർ നമ്പർ റോക്കിയോ എന്ന് പറഞ്ഞിട്ടൊരു ട്രാവലറാണ്. വീണ്ടും ഒരു ചെറിയ മിസ്റ്റേക്ക്, ക്ഷമിക്കണം. ഞാൻ നിങ്ങളധികം ശല്യപ്പെടുത്തുന്നില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ കേരള രജിസ്റ്റർ ടാറ്റാൻ്റെ ട്രക്കാണ്. കേരള രജിസ്റ്റർ മോഡിൻ്റെ ഹെൽത്തൊക്കെ 100% ആണ്. നമ്മൾ നല്ല പോലെ വണ്ടികളൊക്കെ നോക്കിയെടുക്കുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ എന്ന് പറയുന്നത് അടുത്ത നമ്മളൊരു ഫോർസ് ട്രാവലറാണ്. ഞാനിത് വേറൊരു വീഡിയോയും കൂടെ ആയിട്ട് ഇടുന്നതായിരിക്കും. നമുക്ക് കുറേ വണ്ടികളുള്ളതുകൊണ്ട് നമുക്കധികം വണ്ടികളങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. നിങ്ങളങ്ങനെ വെറുതെ ബോറടിപ്പിക്കില്ലല്ലോ. പിന്നെ നമ്മളെ സൈലൻറ്റ് കില്ലർ സ്റ്റിക്കർ അടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. മാത്രമല്ല എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. എനിക്ക് നിങ്ങളെ സപ്പോർട്ട് അത്യാവശ്യമാണ്. പിന്നെ അടുത്ത വണ്ടി തമ്പുരാനാണെന്ന് തോന്നുന്നു കേട്ടോ. തമ്പുരാൻ ഹോളിഡേയ്സ്, അടിപൊളി ടൂറിസ്റ്റ് ബസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കെ, നമുക്ക് വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളധികം പിന്നെ ഇതിഹാസ താരം പാലക്കാട് ടു കോഴിക്കോട് ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൈവറ്റ് ബസ്സാണിത്. പാലക്കാട് ടു കോഴിക്കോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളെ പെരിന്തൽമണ്ണ മണ്ണാർക്കാടൊക്കെ ഓടുന്ന ബസ്സാണ് അത്. ഇതിഹാസം എന്നല്ലതിൻ്റെ പേര്. എനിക്ക് ഇതിൻ്റെ പേരൊന്ന് മാറ്റണം. പേരെങ്ങനെ മാറ്റാമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അടുത്ത ബസ് എന്ന് പറയുന്നത് ദിവസം നമ്മൾ അടുത്ത പാട്ടിൽ കാണിക്കാം. ഓക്കെ, ബൈ, സി യു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.